ഇന്ന് നമ്മൾ മഴവിൽ മനോരമയിൽ പാട്ടിലെ താരെന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു കുട്ടി വ്ലോഗാണ്. പ്രാക്ടീസ് സെക്ഷന് വേണ്ടി അവർ ഒരു ദിവസം മുന്നേ എന്നോട് ചെല്ലാൻ പറഞ്ഞിരുന്നു. ഞാൻ അതനുസരിച്ച് രാവിലെ നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് ബസ്സൊക്കെ കയറി. ചില സാങ്കേതിക കാരണങ്ങളാൽ പപ്പായ്ക്ക് വരാൻ പറ്റിയില്ല. അമ്മയും അനിയത്തിയുമായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. എറണാകുളത്ത് വെച്ച് നമ്മുടെ മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആലപ്പുഴ വഴി ഒരു യാത്ര തുടങ്ങി. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമുക്ക് ഫോൺ അവിടെ ചില സ്ഥലങ്ങളിൽ അലൗഡ് അല്ലായിരുന്നു. അവിടെ ചെന്നിട്ടുള്ള ചെറിയ ചെറിയ വിഷ്വൽസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ ഒരു ചെറിയ കുട്ടി കഥയാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോഴാണ് ടെലികാസ്റ്റ് ചെയ്തെങ്കിലും കറക്റ്റ് ഒരു മാസം മുന്നേ ആയിരുന്നു ഇതിൻ്റെ ഷൂട്ട് നടന്നിരുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 10-11 മണിയോട് അടുത്താണ് മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോയിൽ എത്തിയത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയൊരു സ്റ്റുഡിയോയിലും കാര്യങ്ങളിലും ഒക്കെ പോകുന്നത്. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു പാസ് തന്നിട്ടുണ്ടായിരുന്നു. ആ പാസ് വെച്ചിട്ട് നമ്മൾ അകത്ത് കയറി. നമ്മൾ പോകുന്ന വഴിയെല്ലാം പല സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ട് ഓഫീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചധികം ഫ്രണ്ടിലോട്ട് നടന്നിട്ടാണ് ശരിക്കും നമ്മൾ പാട്ടിലെ താരെന്ന പരിപാടിയുടെ ഫ്ലോറിലേക്ക് ചെന്നത്. സോറി, ഫ്ലോർ അല്ല. നമ്മൾ ചെന്നപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ എന്നെ പോലെ തന്നെ പാടാൻ വന്ന ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. ഞാനൊരു സോഷ്യൽ ജീവിയായതുകൊണ്ട് പെട്ടെന്ന് എല്ലാവരോടും കമ്പനി. ഇവരെ പരിചയപ്പെട്ട സന്തോഷത്തിലുപരി ഇവരെ പരിചയപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിച്ച സംഭവമായിരുന്നു പാട്ട് പഠിക്കണമെന്നുള്ളത്. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഭയങ്കരമായിട്ട് പാട്ട് പഠിച്ച് നല്ല വൃത്തിയായിട്ട് പാടാൻ അറിയാവുന്നവരായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര അവിടെ ചെന്നപ്പോഴേ പേടിയും വിറയലും ഒക്കെ. ഇവള് ദേവിക രണ്ടാമത്തെ തവണയാണ് പാട്ടിലെ താരത്തി വരുന്നത്. നമ്മളവിടെ കുറേ നേരം വെറുതെ ഇരുന്നപ്പം നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ തന്നിരുന്നത് ദേവികയായിരുന്നു. പിന്നെ നമ്മൾ പ്രാക്ടീസിന് കയറി ഒരു തവണയാണ് നമുക്ക് പ്രാക്ടീസിന് വേണ്ടി തന്നത്. ശരിക്കും ടെൻഷൻ അടിച്ച് വട്ടി പോലെ നിൽക്കുന്ന അവസ്ഥയായി. നമ്മുടെ ഒറിജിനൽ ഷൂട്ട് പിറ്റേ ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ആയിരുന്നു. അവിടെ റൂം എടുത്ത് നമ്മൾ തന്നെ സ്റ്റേ എടുക്കുകയായിരുന്നു. പിന്നെ ഫുഡൊക്കെ നമ്മൾ തന്നെ വേണമായിരുന്നു എടുക്കാൻ. അപ്പോൾ നമ്മളൊരു മന്തിയൊക്കെ മേടിച്ച് കഴിച്ച് അനിയത്തിക്ക് ഒരു ബിരിയാണിയൊക്കെ കഴിച്ച് റെഡിയായി. പിന്നെ അങ്ങോട്ട് പ്രാക്ടീസ് സെക്ഷനായിരുന്നു. ഞാൻ അമ്മയും അനിയത്തിയും ഉറക്കിയില്ല. ശരിക്കും 12 മണിക്ക് വരെയും ഇരുന്ന് പ്രാക്ടീസ് സെഷൻ. കാരണം ഒരൊറ്റ പോർഷൻ എനിക്ക് അതിനകത്ത് കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ പാടി വന്നപ്പോൾ എല്ലാ പോർഷനും പോയി, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ആ ഒരൊറ്റ പോർഷന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു രാത്രി. പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് ടെൻഷൻ സഹിക്കാൻ വയ്യാതെ അടുത്തുള്ളൊരു പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് പെയ്യെ ഞാൻ നടന്നിറങ്ങി. അമ്മയൊക്കെ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, കാരണം എനിക്ക് രാവിലെ മേക്കപ്പിനൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ കുറച്ച് താമസിച്ചേ വരത്തുള്ളായിരുന്നു. നമ്മളങ്ങനെ മേക്കപ്പ് ഇടാനാണ് ആദ്യമേ പോയത്. അപ്പോൾ ശരിക്കും ഒരു യന്ത്രത്തെ പോലെ നമ്മളെ ഒരു റൂമിലോട്ട് കയറ്റി വിടും. അവരെന്തൊക്കെയോ മുഖത്ത് ചെയ്യും, അതുപോലെ ഇറക്കി വിടും. ഇതായിരുന്നു സംഭവം. എന്നെ കൊച്ചിലത്തെ വലിയൊരു ആഗ്രഹമായിരുന്നു TV പാടണമെന്നുള്ളത്. ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം നമ്മൾ സാധിച്ചെടുത്തു. മേക്കപ്പ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വ്ലോഗിൽ പറയുന്ന രംഗമാണ് നിങ്ങൾ ആ കാണുന്നത്. കുറേ അധികം ഡ്രീംസ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട്. അതൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതിനിടയ്ക്ക് മ്യൂസിക് റൂം എന്ന് പറയുന്നൊരു ഷോ ഉണ്ട്. അത് വൈകാതെ തന്നെ ടെലികാസ്റ്റ് ചെയ്യും. അതും നിങ്ങൾ എല്ലാവരും കാണണം. അങ്ങനെ ഫോൺ കിട്ടിയ സമയത്തൊക്കെ നമ്മൾ വ്ലോഗ് എടുത്ത് അകത്ത് കയറി പാടി കഴിഞ്ഞു. ജയചന്ദ്രൻ സാറിനോടൊക്കെ സംസാരിച്ചു, അവരോടൊക്കെ സംസാരിച്ചു. അവരുടെ കൂടൊക്കെ നിൽക്കാനും പാടാനും ഒക്കെ അവസരം കിട്ടി. അതിൽ ഞാൻ ഒത്തിരി ഹാപ്പി. 3 ഷൂട്ട് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു മ്യൂസിക് റൂമിൻ്റേത്, പിന്നൊരു നമ്മുടെ മെയിൻ ഷൂട്ട്. ഇതിനിടയ്ക്ക് പറ്റിയ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ വിഷ്വൽസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എന്ത് പനി പിടിച്ചുകൊണ്ട് നമ്മൾ അന്ന് തന്നെ വേഗം വീട്ടിലേക്ക് വരാനാണ് ശ്രമിച്ചത്. ഇതിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളൊരു വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോസ് അത് അപ്ലോഡ് ചെയ്യുന്നത്. വിഷ്വൽസ് എൻ്റെ കയ്യിൽ അത്ര കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ. കുറേ അധികം സ്വപ്നങ്ങളിലൊന്നായിരുന്നു ടെലിവിഷൻ എൻട്രി എന്നുള്ളത്. അതെന്തായാലും ഒരു വട്ടമെങ്കിലും ഒരു വട്ടം സാധിച്ചു. അപ്പോൾ ഇനി നമ്മൾ പരിശ്രമിക്കും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി. വീണ്ടും വരിക.